എൻ്റെ പേര് ഫ്രാൻസിസ് സേവ്യർ എന്നാണ്. എൻ്റെ വീട് കുമ്പളങ്ങിയിലാണ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൺസ്ട്രക്ഷൻ ഹൈറൈസ് ബിൽഡിങ്സിൻ്റെ ഇതാണ്. ഇവിടെയും ബാംഗ്ലൂരും ചെന്നൈയിലും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടർന്ന് വരുമ്പോഴാണ് എനിക്ക് മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഒരു ഡിപ്രഷനിലേക്കത് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുള്ള ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തിരുന്നു. മെഡിക്കൽ ഹോസ്റ്റലിൽ നിന്നൊക്കെ എടുത്തിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവിടെ എൻ്റെ വൈഫ് ഇങ്ങനെ വൈഫിൻ്റെ ഫ്രണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞു. ഇവിടുത്തെ ഈ ചികിത്സാ കേന്ദ്രത്തിന്, അക്യുപങ്ക്ചർ ചികിത്സാ കേന്ദ്രത്തിനെ പറ്റി പറയുകയുണ്ടായി. സേവ്യർകുട്ടി എൻ്റെ ഫാമിലിയിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നതാണ്. പിന്നെ പരിചയപ്പെട്ടപ്പോഴാണ് ഞാനാണ് ഇവിടെ ഡോക്ടറായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. സിസ്റ്റർ ഫിലമിനെ പരിചയപ്പെട്ടത്. സിസ്റ്ററിനോട് പറഞ്ഞത് നമ്മൾ ഒരു കുടുംബക്കാരാണല്ലോ, കണ്ണങ്കേരിക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സിസ്റ്ററുമായിട്ട് വളരെ ക്ലോസ് ആയി. ഞങ്ങളൊരു ഫാമിലി തന്നെയാണ്. അങ്ങനെയാണ് ഇത് ശരിയായി വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇപ്പോൾ വിവിധ രോഗങ്ങൾക്കുള്ള ചികിത്സ എല്ലാം ഉണ്ട്. ഇത് വേറെ ചെറിയ ഈ ചില സ്ഥാനങ്ങൾ സൂചി വെച്ചിട്ടുണ്ട്, നേരിയ ഇതുപോലത്തെ സൂചി വെച്ചിട്ടുള്ള ചികിത്സയാണ്. അപ്പോൾ ഇതിന് വേറെ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം പുള്ളി ഇതിനോട് സഹകരിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുപോലെ ഭയങ്കര ഡിപ്രഷനിലേക്കാണ് ആൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഭയങ്കര റിലാക്സായി. കുറേ മെച്ചമൊക്കെ ഉണ്ട്. ഇപ്പോൾ മറ്റേ ശാരീരികമായ കുറേ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതിൻ്റെ അകത്തൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കുറവുണ്ട്. പിന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത നടപ്പിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കുറവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ ഒരുവിധം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ധാരാളം അക്യുപങ്ക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലായിടത്തും പ്രചാരത്തിലേക്ക് വരുന്ന ഒരിതാണ്. ചെറിയ ഓരോ ഇത് മുതൽ വലിയ ഇതുപോലത്തെ വലിയ ഹോസ്പിറ്റൽ പോലെയുള്ള സ്ഥാപനങ്ങൾ വരെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചികിത്സാ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രചാരമുള്ളൊരു ചൈനീസ് രീതിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വരാൻ സാധിച്ചതിൽ എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട്.